കൊങ്കൻകാട് ട്രക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു റെസ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ കാണുന്ന ഹോട്ടലിൽ ഒരു റൂം എടുത്തായിരുന്നു. നല്ല റൂമാണ്, നല്ല സൗകര്യങ്ങളുണ്ട്, വൃത്തിയുള്ള ടോയ്ലറ്റ്, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. കാലത്ത് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇറങ്ങി. ഇവിടുത്തെ ലിഫ്റ്റ് ഒരു വെറൈറ്റി ലിഫ്റ്റാണ്. ബഡ്ജറ്റ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ടത്തെ ലിഫ്റ്റിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ തുറക്കുന്നതും അടയ്ക്കുന്നതെല്ലാം. അതൊരു കൗതുകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. നാസിക്കിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ഇതിനെ പാണ്ഡവലിനി കേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വരുമ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു ഒട്ടകം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത്ര വലിയ മെയിൻറ്റൈൻഡ് ഒന്നും അല്ലാത്തൊരു എൻട്രൻസ് ആണ്. ചെറിയ ചെറിയ കുഞ്ഞു കടകളൊക്കെ കാണാം. ഇതാണ് അതിൻ്റെ ഒരു ബോർഡ് വരുന്നത്, പാണ്ഡവ കേവ്സ്. ഇതും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് നടക്കണം. കുന്ന് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ടോയ്ലറ്റിന്റെ സൗകര്യമുണ്ട്. ഇവിടെ ഏകദേശം 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇതിന് ടിക്കറ്റ് നമുക്ക് ഓൺലൈനും ഡയറക്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കുത്തനെ ഉള്ളതല്ല, അത്യാവശ്യം ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്സ് ആണ്. മരങ്ങളിലെല്ലാം ഇല കൊഴിഞ്ഞും അതുപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ജനുവരി മാസമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സിറ്റിയുടെ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ടു തുടങ്ങാൻ പറ്റും. അത് കണ്ടുകൊണ്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് നടക്കുവാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് സമയമെടുത്തു നമ്മൾ സ്റ്റെപ്പ് കയറി വരാനായിട്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം, ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെ കാണിച്ച് നമ്മൾ നേരെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഒരു ഫുൾ പാറയിലാണ് ഇത് മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഓരോ സ്പോട്ടിലും QR കോഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളത് നമുക്ക് കാണാനും വായിക്കാനും പറ്റും. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് കാണുമ്പോൾ ഒരു സാധാരണയായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികളാണ്. ഇന്ന് നിർമ്മിക്കാനായിട്ട് നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് യാതൊരുവിധ എക്യുപ്മെന്റ്സും ഇല്ലാതെയാണ് ഈ കാണുന്ന രീതിയിൽ ഇവരിത് പണിതെടുത്തത്. ഇത് ഈ കാണുന്ന ഒരു എൻട്രൻസ് ഹോളാണ്. ബുദ്ധ സന്യാസിമാരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഓരോ മുറികളും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. ഈ ഒരു ഒറ്റ ഹോളിൽ തന്നെ ഏകദേശം 16 മുറികളാണ് ഉള്ളത്. കല്ലിൽ തീർത്തിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള വിഗ്രഹങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആർട്ട് വർക്കുകളും ഇതിൻ്റെ അകത്തുണ്ട്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇരിക്കാനുള്ള ചെറിയൊരു തിട്ടയുണ്ട്. ഈ കാണുന്ന ചെറിയൊരു മഴവെള്ള സംഭരണിയാണ്. മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി വെള്ളം നിറയും. അധികമായി വരുന്ന വെള്ളം ഈ ചാലിലൂടെ പുറത്തേക്ക് ഒഴുകി പോവുകയും ചെയ്യും. പാറകളിൽ കൂടെ തന്നെയാണ് സ്റ്റെപ്പുകൾ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇതൊക്കെ കുറച്ചും കൂടിയും പ്രൈവറ്റഡ് ആയിട്ടുള്ള റൂമുകളാണ്. മറ്റേത് നേരത്തെ നമ്മൾ കണ്ടത് ഒരു കോമൺ ഹോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ റൂമുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഏകദേശം 24 കേവ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷെ ഇത് ഓരോ കേവിനും ഓരോ എന്തൊക്കെയോ ചരിത്രങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ഗൈഡുമാരോ അല്ലെന്നുണ്ടെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വക എന്തെങ്കിലും ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് ഇവിടെ വെച്ചിട്ടില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നാസിക് പട്ടണം നല്ല വൃത്തിയായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. കാലപ്പഴക്കം കൊണ്ട് ഇതിന്റെ പല ഭാഗങ്ങളും തകർന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രോപ്പറായിട്ടൊരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ചില മുറികളിൽ മാത്രമാണ് ബുദ്ധന്റെ പ്രതിമകൾ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഗുഹയുടെ മുകളിലൊക്കെ കള്ളിമുൾച്ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നോക്കാൻ നമുക്ക് ഈ ഒരു മല കാണാൻ പറ്റും. പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ആരോ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ കാണുന്ന ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോലും നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധമാണ് അവിടെ ഉള്ളത്. പ്രധാന സ്റ്റെപ്പ് കയറി വന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ആദ്യം പോയത്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡാണ്. ഇതിന്റെ അകത്ത് തന്നെയുള്ള എന്തോ ആരാധന സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. താഴത്തെ ഹോളുകളെ അപേക്ഷിച്ചാൽ മുകളിലത്തെ ഹോളുകളിൽ ഇരിക്കാനുള്ള തിണ്ടുകൾ കൂടുതലുണ്ട്. ഈ കാണുന്ന മുറികളിലാണ് കൂടുതലും ബുദ്ധന്റെയും മറ്റ് പ്രതിമകളും കൂടുതലുള്ളത്. ഇതിൻ്റെ അകത്ത് വെട്ടം വളരെ കുറവാണ്. പിന്നെ കുട്ടികളെല്ലാം വന്ന് ബുദ്ധന്റെ പ്രതിമയിലിരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നാസിക്കിന്റെ ഏറ്റവും നല്ല ദൃശ്യങ്ങൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ്. ഇവിടെ നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് പണ്ടത്തെ ഒരു ഗുഹ തന്നെയാണ്. അത് നെറ്റിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ് ആൾക്കാർ വീഴാതിരിക്കാൻ. ഇതെല്ലാമാണ് പാണ്ഡവലിനി കേവ്സിലെ കാഴ്ചകൾ. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ്. അടുത്തത് നമ്മൾ പോകാനിരുന്നത് ഫേമസ് ആയിട്ടുള്ള സുല വൈൻയാർഡ്സിലേക്കാണ്. പക്ഷെ അവിടെ നമ്മൾ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ സുല ഫെസ്റ്റ് നടക്കുന്നത് കൊണ്ട് വൈൻയാർഡുകളോ അവിടുത്തെ ഫാക്ടറികളോ കാണാൻ 2 ദിവസത്തേക്ക് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. ഇനി നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഗുജറാത്തിലേക്കാണ്. അപ്പോൾ ഈ പോകുന്ന റൂട്ട് ഫുള്ള് ഗുജറാത്തിലേക്കുള്ള കാഴ്ചകളാണ്. അധികം പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. ഇതുപോലത്തെ കുറേ തരിശുഭൂമികളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ തന്നെ ഉള്ളൂ. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു പ്രോഗ്രാമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു, ലോക്കൽ പരിപാടികളിൽ. അത്യാവശ്യം കുറേ നേരം വിജനമായ വഴിയിലൂടെ സഞ്ചരിച്ചാണ് നമ്മളൊരു ചെറിയൊരു ടൗണിന്റെ പ്രദേശത്തേക്ക് എത്തിയത്. അവിടെ നമ്മളൊന്ന് ചായ കുടിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ലോക്കൽ സ്നാക്സ് ആണ് ഈ കാണുന്നത്. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അതെല്ലാം കഴിച്ച് നമ്മൾ ഗുജറാത്തിലേക്ക് കയറുവാണ്. ഇതാണ് ഗുജറാത്തിന്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ പ്ലാനിലില്ലാത്തൊരു സ്ഥലമായിരുന്നു ദാമൻ എന്ന് പറയുന്നത്. ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇത് ഹൈവേന്ന് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതും കൂടി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന കാഴ്ചകളാണ് ദാമനിൽ നമ്മൾ കണ്ടത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗൺ ആണ്. നല്ല റഷുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. ഇവിടെ ഡീസലിന് വിലക്കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് ഇവിടെ നിന്ന് വിട്ടത്. അടുത്തത് നമ്മൾ സൂറത്തിലേക്കാണ് പോകുന്നത്. സൂറത്തിലേക്ക് പോകുന്ന വഴിക്ക് ഏകദേശം സൂറത്ത് ടൗൺ എത്താറാകുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ കല്യാണ മണ്ഡപങ്ങൾ കാണാൻ പറ്റി. അടുത്ത ദിവസം നമ്മൾ സൂറത്തിലൊരു മാർക്കറ്റിൽ പോയിട്ടുള്ളതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.